ഷാർജയിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷാർജയിൽ നിങ്ങൾ മജാസ്, മുബൈല, റോള, അബുഷഗ്ര, നാദ എന്നീ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4000 ദിർഹംസ് ഒക്കെ മന്ത്ലി മാറ്റിവെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഡെവലപ്പർ പ്രോപ്പർട്ടി ഷാർജയിൽ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കണ്ടോളൂ, ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഗവൺമെന്റ് ഡെവലപ്പർ പ്രോജക്റ്റ് ആണ്. അപ്പം ഇവിടെ ഒരു 750 സ്ക്വയർ ഫീറ്റ് വരുന്ന 1 ബെഡ്റൂം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ട ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 80,000 ദിർഹംസ് ആണ്. അത് നിങ്ങൾ 2 മാസം കൊണ്ട് അടച്ചാൽ മതി. ബാക്കി വരുന്ന എമൗണ്ട് മന്ത്ലി ഒരു 4000 ദിർഹംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെവലപ്പർക്ക് അടച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഒരു 2 ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് വരുന്ന 1250 സ്ക്വയർ ഫീറ്റ് ആണ്. അതിന്റെ ഡൗൺ പേയ്മെന്റ് വരുന്നത് അറൌണ്ട് 1,40,000 ദിർഹംസ് ആണ്. അതും നിങ്ങൾ 2 മാസത്തെ ഗ്യാപ്പിൽ അടച്ചു കൊടുത്താൽ മതി. പിന്നെ വരുന്നത് മന്ത്ലി 6,200 ദിർഹംസ് വെച്ച് അടച്ചു കൊടുത്താൽ മതി. അതും ഡയറക്റ്റ് ഡെവലപ്പർക്കാണ്. ഇനി നിങ്ങൾ 3 ബെഡ്റൂം ആണ് നോക്കുന്നെങ്കിൽ 1650 സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുന്നുണ്ട്. അവിടെയും ഡൗൺ പേയ്മെന്റ് നമുക്ക് വരുന്നത് 2 മാസത്തിലാണ്. അത് 1,80,000 ദിർഹംസ് ആണ്. ബാക്കി വരുന്ന എമൗണ്ട് മന്ത്ലി നിങ്ങൾ 8,000 ദിർഹംസ് വെച്ച് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അടച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മുബൈലയിൽ ഷാർജ യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ തൊട്ട് ബാക്കിലായിട്ട് 12ലധികം സ്കൂളുകളാണ് നമുക്ക് വരുന്നത്, അതും വാക്കബിൾ ഡിസ്റ്റൻസിൽ. ഇനി ഇതിന്റെ അട്രാക്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിഹാദ് റെയിലിന്റെ ഒരേ ഒരു സ്റ്റോപ്പ്, ഷാർജയിലുള്ള ഒരേ ഒരു സ്റ്റോപ്പ് വെറും 2 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് സ്വന്തമാക്കാനും ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.